ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ സമരം സാരമായി ബാധിച്ചത് ഗൾഫിലെ പ്രവാസികളെയാണ്. 2 ദിവസമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ കടുത്ത അമർഷമുയരുന്നുണ്ട്. വിഷയത്തിൽ സർക്കാർ ഉടൻ ഇടപെടണമെന്നാണ് പ്രവാസി സംഘടനകളുടെ ആവശ്യം. ഇതിനോടകം 100-ലേറെ സർവീസുകളാണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ സമരത്തിൽ മുടങ്ങിയത്. സമരം എപ്പോൾ അവസാനിക്കുമെന്ന് വ്യക്തതയില്ലാത്തതിനാൽ ഇനിയും എത്ര സർവീസുകൾ റദ്ദാക്കുമെന്നറിയില്ല. ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്യാൻ പലരും ധൈര്യം കാണിക്കാത്തതിന് പിന്നിലും ഈ അസ്ഥിരതയാണ്. നാട്ടിൽ നിന്നും യാത്ര ചെയ്യാനിരുന്ന ഗൾഫ് പ്രവാസികളെയാണ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത്. വിസ കാലാവധി തീർന്നതിനാൽ ജോലി നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് മിക്കവരും. വിഷയത്തിൽ സർക്കാർ ഉടൻ ഇടപെടണമെന്നാണ് പ്രവാസി സംഘടനകളുടെ ആവശ്യം. ജോലിക്ക് കയറേണ്ടവർ തിരിച്ചു പോകുന്നവരാണെങ്കിൽ വളരെ അത്യാവശ്യമായ മരണങ്ങൾ, കുടുംബങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങൾ, മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ട പ്രവാസികളെ വഞ്ചിക്കുന്ന തരത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അതിൽ പലരും എയർപോർട്ടിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു വിവരം അറിയുന്നത്. ഇത് തികച്ചും നിരുത്തരവാദപരമായ നടപടിയാണ് എന്ന് മാത്രമല്ല, അതിക്രൂരമായ പ്രവാസികളോട് എന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണ്. നാട്ടിൽ നിന്നും വേനലവധിക്ക് കുടുംബത്തെ കൊണ്ടുവന്ന പ്രവാസികൾക്കും ഓർക്കാപ്പുറത്താണ് അടിയേറ്റത്. സീസണിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുമെന്നതിനാൽ പലരും യാത്ര നേരത്തെയാക്കിയിരുന്നു. ഇങ്ങനെയെടുത്ത ടിക്കറ്റുകളാണ് റദ്ദാക്കേണ്ടി വന്നത്. ഭീമമായ തുക അധികം നൽകി വേണം ഇനി ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനും കാലതാമസം നേരിടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മീഡിയ 1, ദോഹ.